Elastic correspondence is the process behind all forced understandings. ഓർമ്മയിലുള്ള ഒരു രൂപത്തെ ഇലാസ്തികമാക്കിയെടുത്ത് മറ്റൊന്ന് എന്ന് തോന്നും വിധം അല്പഭാഗം മുറിച്ചു മാറ്റിയും അല്പഭാഗം ഞെക്കിച്ചുരുക്കിയും അല്പഭാഗം വലിച്ചു നീട്ടിയും അവനവന്റെ സൗകര്യത്തിന് പൊരുത്തമാക്കലാണ് ധരിക്കൽ എന്ന പ്രക്രിയ. വഴക്കവും അതിനാൽ തന്നെ തഴക്കവുമുള്ള ചിലരിൽ മാത്രം ശരിയായി ധരിക്കപ്പെടുകയും ബാക്കിയുള്ളവരിൽ തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യപ്പെടുന്ന ഒരു ഇലാസ്തിക അനുരൂപണമാണ് മിക്കവരിലും ഉണ്ടാകുന്ന ബോധ്യം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ജീവിതം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടവരാണ് നമ്മളൊക്കെ. ജീവിത പ്രക്രിയയിൽ മുമ്പിൽ വരുന്ന കാര്യങ്ങളെയെല്ലാം തനിക്ക് ബോധ്യമുണ്ടായി എന്ന് വിചാരിക്കുന്നവരുമാണ് നാം. പലരും ബോധ്യങ്ങൾ ഉണ്ടാക്കുന്നത് പല വിധത്തിലാണ്. പ്രധാനമായും ബോധ്യമുണ്ടാകുന്നത് അവരുടെ മനസ്സിൽ ഇതിനു മുമ്പുണ്ടായ അറിവുകളുണ്ടല്ലോ, മനസ്സിലേക്ക് അവരെ പണ്ടെടുത്ത അറിവുകൾ, ആ അറിവുകളെ ആധാരമാക്കിയിട്ടാണ്. ടീച്ചിങ്ങിനെ കുറിച്ച് ഒരു ചൊല്ല് തന്നെ ഉണ്ട്, നോൺ ടു അൺനോൺ ആണ്. ടീച്ചിങ് പെഡഗോജി ഈ രൂപത്തിലാണ് അല്ലെങ്കിൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. നോൺ ടു അൺനോൺ, അറിയുന്നതെന്നും അറിയാത്തതിലേക്ക് പോകുക എന്നുള്ളത്. പക്ഷെ ഭൂരിഭാഗം പേരുടെയും ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയുന്നതിനെ മാത്രമേ അറിയൂ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ പരിപാടികൾക്കൊക്കെ ഒരുപാട് പേര് വരാറുണ്ട്. ആ വരുന്ന ആൾക്ക് അവർക്ക് എന്താണോ അറിയുക അതാണ് അവർ ഇവിടെ നിന്ന് കാണുക. കാരണം അവർ ബോധ്യപ്പെടുന്നത് അവരുടെ അറിവിൽ നിന്നാണ്. ഇവിടെ കാണുന്നതിൽ നിന്നും വളരെ അറിയുന്നതിൽ നിന്നും അറിയാത്തതിലേക്ക് ഒരു ബ്രിഡ്ജ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരു പക്ഷെ കുറച്ചു പേർക്ക് അറിയാൻ കഴിഞ്ഞേക്കും. സാധാരണ ഒളിമ്പസിന്റെ ഭാഷ്യം അങ്ങനെയല്ല. കൃത്യമായിട്ട് അന്വേഷണമുള്ളവർക്കും അറിയാനായി തുറന്നു വെച്ചവർക്കും മാത്രമേ ഇതെന്തെന്ന് മനസ്സിലാവുകയുള്ളൂ. അല്ലാത്തവർക്ക് അറിഞ്ഞത് മാത്രമേ ഇവിടെ നിന്ന് അറിയാൻ കഴിയൂ. അപ്പോ അറിയലിന്റെ ആ ഒരു രൂപം യഥാർത്ഥത്തിൽ എങ്ങനെയാണ്? ഇപ്പൊ നമ്മളൊരു 10 മീറ്റർ നീളമുള്ള അല്ലെങ്കിൽ ഒരു 10 സെന്റിമീറ്റർ നീളമുള്ള ഒരു കാര്യത്തെ നമ്മൾ തോതിൽ എങ്ങനെ അളക്കുകയാണ്? ഇപ്പൊ യൂട്യൂബിലോ വാട്സപ്പിലൊക്കെ വരുന്ന ഒരു എഞ്ചിനീയർ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു കോമഡി ഉണ്ട്. എഞ്ചിനീയറിംഗ് സൈറ്റിലെ പല കാര്യങ്ങൾ കാണുന്നു. അപ്പൊ അതിന് 2 പണിക്കാര് വീട് പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിടത്തെ അളവെടുക്കുകയാണ്. അവിടുത്തെ അളവെടുത്ത് തരൂ എന്ന് പറയുന്നത് പുറത്തെ മുകളിലിരിക്കുകയാണ്. അയാൾ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വിരലിൽ 2 പിടിച്ചിട്ട് ഇങ്ങനെ അണിച്ചു കൊടുക്കുന്നു. അപ്പൊ മറ്റേയാൾ അത് പിടിച്ചിട്ട് അത് കൊണ്ട് താഴെ കൊണ്ടുപോയിട്ട് എന്തോ മുറിച്ചെടുക്കുന്നു. കണ്ടാൽ തന്നെ നമുക്ക് ചിരി തോന്നും. പക്ഷേ അങ്ങനെ അല്ല, ആക്യുറേറ്റ് ആയിട്ട് വേണം ഞാൻ ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും യഥാർത്ഥത്തിൽ അങ്ങനെയാണ് കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. ഒരു കാര്യത്തെ കാണുമ്പോൾ ഇതിനു മുമ്പ് ആ കാര്യത്തെ കണ്ടത് വെച്ചിട്ടുള്ള ആ ഒരു ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ സ്മൃതിയിൽ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ. ആ ഓർമ്മയിൽ നിന്നും ആ ഒരു രൂപത്തെ എടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ഇലാസ്റ്റികമായിട്ടാണ് എടുക്കുക. ഇലാസ്റ്റിക് അറിയാമല്ലോ, റബ്ബർ ബാൻഡിന്റെ ഒരു അവസ്ഥ, വലിക്കണമെങ്കിൽ വലിക്കാം, ചുരുക്കണമെങ്കിൽ ചുരുക്കാം എന്നുള്ളത്. ആദ്യം അതിങ്ങനെ ഇലാസ്റ്റികമായിട്ട് ആ ഓർമ്മയിലുള്ള ഒരു സംഭവത്തെ എടുക്കും. എന്നിട്ട് അതിനെ അതായത് ഈ പുതിയൊരു കാര്യം കണ്ടപ്പോ അതിന് തത്തുല്യമായിട്ടുള്ള ഒരു സംഭവത്തെ എടുക്കുകയാണ്. അപ്പൊ എടുത്തു വരുന്ന സമയത്ത് ചിലപ്പോ ഇതിനനുസരിച്ച് രൂപത്തിലായിരിക്കില്ല. അപ്പൊ എന്താ വെച്ചാൽ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ മുറിച്ചു മാറ്റും. പിന്നെ അല്പനേരം ഞെക്കിച്ചുരുക്കും, ഇതിന്റെ വലുപ്പത്തിനനുസരിച്ച് ഞെക്കിച്ചുരുക്കും. പിന്നെ അല്പനേരം വലിച്ചു നീട്ടും. നമ്മുടെ സൗകര്യത്തിനാക്കി മാറ്റിയിട്ട് അതിനെ പൊരുത്തമാക്കും. ഇത് പണ്ടൊരു രാക്ഷസൻ, എനിക്ക് അദ്ദേഹത്തിന്റെ പേര് ഓർമ്മയില്ല, അത് വഴി പോകുന്ന ആളുകളെ ഒരു കട്ടിലേക്ക് കിടത്തുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. പുള്ളി പിടിച്ച കട്ടിലേക്ക് കിടത്തിയിട്ട്
കുറഞ്ഞു നിൽക്കുന്നത് കട്ടിലിനേക്കാൾ നീളം കുറവുള്ളവരാണെങ്കിൽ വലിച്ചു നീട്ടും. അത്രയും വലുപ്പത്തിൽ ഒരാളെ വലിച്ചു നീട്ടി അയാൾ എത്തുന്നു. ഇനി അഥവാ കട്ടിലിനേക്കാളും പുറത്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വെട്ടിക്കളയും, അപ്പോഴും ആളുകാവും. അപ്പൊ ഇതുപോലെയാണ് ഈ നമ്മുടെ സൗകര്യത്തിന് നമ്മൾ ആ ഒരു സൈസിലേക്ക്, നമുക്ക് അറിയാവുന്ന സൈസിലേക്ക് ഈ സാധനത്തിൽ അങ്ങ് ചുരുക്കും. ഇങ്ങനെയാണ് ഓരോരുത്തരും ധാരണകൾ ഉണ്ടാക്കുന്നത്. ധാരണ എന്ന് വെച്ചാൽ അറിവിന്റെ മൂന്നാമത്തെ തലമാണ് ഒളിമ്പസിന്റെ പാഠ രീതി അനുസരിച്ച്. സഹജാവബോധം, ശിക്ഷിതാവബോധം, ധാരണാവബോധം, ഭാവനാവബോധം, പ്രേരണാവബോധം എന്നുള്ളതിൽ മൂന്നാമത്തെയാണ് ധാരണാവബോധം എന്ന് പറയുന്നത്, കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ കോംപ്രിഹെൻഡ് ചെയ്യാനുള്ള ആ ഒരു പ്രോസസ് എങ്ങനെയാണ് ഉണ്ടാവുക? ഇതിനു മുമ്പുണ്ടായ അനുഭവങ്ങളെ വെച്ചുകൊണ്ട് ഒന്ന് താരതമ്യം ചെയ്തുകൊണ്ട് ഈ ഇപ്പൊ കിട്ടിയ ഇൻഫർമേഷനെ അല്ലെങ്കിൽ ഇപ്പൊ കിട്ടിയ സ്വപ്നയെ, നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് സ്വപ്നം കിട്ടുന്നത്, ഒരു കാഴ്ച കാണുന്നു, അത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് എടുക്കുന്നതിനെ ചുരുക്കി അല്ലെങ്കിൽ വലിച്ചു നീട്ടി നമുക്കറിയാവുന്ന ഒരു കാര്യത്തിന്റെ ക്രമത്തിനനുസരിച്ച് ആക്കി അവിടെ സൂക്ഷിക്കും. എന്നിട്ട് ഇതാണ് അത് എന്നങ്ങ് വിചാരിക്കും. എനിക്കറിയാവുന്ന അതാണ് ആ സാധനം, അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന അതിന്റെ മറ്റൊരു രൂപമാണ് അതെന്ന് വിചാരിക്കും. സത്യത്തിൽ ഇതിന് സത്യവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അവനവൻ അറിയുന്ന ഒരു കാര്യം വെച്ചിട്ട് അത് ഒരു ഫ്രെയിമിലാക്കി വെച്ചു എന്നത്ര. അവനവൻ 5 ഫ്രെയിം അറിയാന്ന് വെച്ചാൽ ആ 500ാമത്തെ ഫ്രെയിമിലുള്ള സാധനത്തിന് ഈ 5 ഫ്രെയിമേ അറിയുള്ളൂ. അപ്പൊ 5ാമത്തെ ഫ്രെയിമിലോ 4ാമത്തെ ഫ്രെയിമിലോ ആക്കി അങ്ങ് സൂക്ഷിക്കും. ഇത് യഥാർത്ഥത്തിൽ ആ കാര്യമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു നിറമായിരിക്കും, ആ നിറം കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവൻ കാറ്റഗറൈസ് ചെയ്യുന്നത്. ആർക്കാണ് പിന്നെ ഇത് മനസ്സിലാവുക, കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുക? വഴക്കം വേണം. ഇത് മനസ്സിലാക്കാൻ തയ്യാറാകുന്ന ആൾക്ക്, ഒരു കാര്യം കാണുന്നോ മനസ്സിലാക്കുന്ന ഒരാൾക്ക്, ഒരു കാര്യം കേട്ടാൽ അല്ലെങ്കിൽ അനുഭവിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾക്ക് വഴക്കം വേണം, ഫ്ലെക്സിബിലിറ്റി വേണം. ഫ്ലെക്സിബിലിറ്റി ഉള്ളവര് പലതവണ ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവർ ആർജിക്കുന്ന ഒരു അവസ്ഥയാണ് തഴക്കം എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് ഈ ഉള്ളത്? നിങ്ങൾക്കറിയാമത്. 2ാമത്തെ തലത്തിൽ, ശിക്ഷിതാവബോധത്തിന്റെ തലത്തിലാണ് ഈ വഴക്കവും തഴക്കവും ഉണ്ടാകുന്നത്. അപ്പോ വഴക്കവും തഴക്കവും ഉള്ള ചിലരിൽ മാത്രം ശരിയായി ധരിക്കപ്പെടും. അവരാണ് അനുഭവങ്ങളെ ശരിയായ രീതിയിൽ സ്വാംശീകരിക്കുക. കാരണം അനുഭവത്തിനനുസരിച്ച് അനുരൂപപ്പെടാൻ അവർക്ക് പറ്റും. അനുഭവത്തിനനുസരിച്ച് അനുരൂപപ്പെടാൻ അവർക്ക് പറ്റും. അപ്പൊ അനുഭവത്തിനനുസരിച്ച് അനുരൂപപ്പെടാൻ കഴിയുന്ന സമയത്ത് ഇവർ എന്താണ് നിജമായിട്ടുള്ളത് അതിനനുസരിച്ച് തന്റെ ബോധ്യത്തെ അവിടേക്ക് കൊണ്ടുപോവുകയും അതിനനുസരിച്ച് കൃത്യമായിട്ട് കാര്യങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെയുള്ളവർക്കാണ് ശരിയായിട്ടുള്ള ധരിക്കൽ ഉണ്ടാവുക. ബാക്കിയുള്ളവരിൽ ശരിയല്ലാത്ത ധരിക്കൽ, അതായത് തെറ്റിദ്ധരിക്കൽ, തെറ്റിദ്ധാരണ എന്നുള്ള സംഭവമാണ് ഉണ്ടാവുക. ഈ തെറ്റിദ്ധാരണയാണ് മിക്കവരിലും ഉണ്ടാകുന്ന ഇലാസ്തികമായ അനുരൂപണം എന്നുള്ളത്. മിക്കവാറും പേരും ഇലാസ്തികമായിട്ടുള്ള അനുരൂപനം കൊണ്ട് നടക്കുന്നവരാണ്. യഥാർത്ഥത്തിലുള്ള അനുരൂപനം എന്ന് വെച്ചാൽ പൊരുത്തമാകൽ. യഥാർത്ഥത്തിലുള്ള അനുരൂപനം എന്നുള്ളത് മിക്കവരിലും സാധ്യമാകുന്നില്ല. അപ്പോ നമ്മൾ ഇതിനു മുമ്പ് എന്താണോ കരുതി വെച്ചിട്ടുള്ളതിനനുസരിച്ച് ആ കാര്യത്തെ ഈ യഥാർത്ഥ എൻവയോൺമെന്റുമായിട്ട് പൊരുത്തമാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴോ യഥാർത്ഥത്തിൽ സ്യൂട്ടബിൾ ആവില്ല, ചേർന്ന് പോകില്ല. നമുക്ക് അനുഭവം ഉണ്ടാകണം, അനുഭവിക്കണം. അല്ലാതെ നമുക്ക് ആ കാര്യത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. ഇപ്പൊ ആത്മസാക്ഷാത്കാരത്തെ കുറിച്ച് പറയുന്നു, വ്യക്തിനിഷ്ഠമായ ഒരു അനുഭവത്തെ കുറിച്ച് അനുഭവം ഉണ്ടായ ഒരാൾക്ക് അതിൽ ഊന്നിക്കൊണ്ട് ചില കാര്യങ്ങൾ പറയാൻ കഴിയും. അപ്പോ മറ്റു ചിലർ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യും. ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ട്, ഇതിനെക്കുറിച്ചെല്ലാം ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ട്. ഈ പുസ്തകങ്ങളിലെല്ലാം ഉള്ളത് എന്താണ്? ആ പുസ്തകത്തിൽ അത് പറഞ്ഞിരിക്കുന്നു, ഈ പുസ്തകത്തിൽ ഇത് പറഞ്ഞിരിക്കുന്നു, നിരൂപണങ്ങളാണ്. ഈ നിരൂപണങ്ങൾക്ക് അനുഭവങ്ങളുമായിട്ട് എന്താണ് ബന്ധം? മിക്കവാറും പേരുടെ ധാരണകളാണിത്, അനുഭവങ്ങളില്ല. അനുഭവം ഉണ്ടാകുമ്പോൾ അത് നമുക്ക് വ്യക്തത തരും, ക്ലാരിറ്റി തരും, ഇതാണ് കാര്യം എന്നുള്ളത് കൃത്യമാക്കി തരും. അപ്പോ ബോധ്യം എന്ന് പറയുന്നത് ശരിയായ അനുരൂപനം ആണ്. ആ ശരിയായ അനുരൂപനം എന്നത് വഴക്കവും തഴക്കവും ഉള്ളവർക്ക്, താളാത്മകമായി കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അവരിലാണ് ഉണ്ടാവുക. അല്ലാത്തവർക്ക് താളാത്മകമായി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു അവസ്ഥ അല്ല, താളത്തിൽ മാത്രം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. താളത്തിൽ മാത്രം, താളത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് താളബദ്ധത ഉണ്ടാകണമെന്നില്ല, താളബോധം ഉണ്ടാകണമെന്നില്ല, താളത്തെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകണമെന്നില്ല. താളത്തെക്കുറിച്ച് ബോധ്യമുള്ളവർക്കാണ് വഴക്കവും തഴക്കവും കൃത്യമായിട്ടുണ്ടാവുക. താളം കൂടിയ ആളുകൾക്കും വഴക്കം ഉണ്ടാകില്ല, തഴക്കം ഉണ്ടാകില്ല. അപ്പോ അവർക്കുണ്ടാകുന്നത് താളബോധമില്ലാത്തൊരു പ്രക്രിയയാണ്. ലോജിക്കലായിട്ടുള്ള ആളുകൾക്കും താളബോധമില്ലാത്തൊരു പ്രക്രിയയാണ്. ഈ രണ്ടു കൂട്ടർക്കും സത്യം എന്തെന്ന് മനസ്സിലാവില്ല. അവരെല്ലാം തന്നെ
തെറ്റിദ്ധരിക്കുകയും ആ ധാരണ തെറ്റല്ല ശരിയാണ് എന്ന് വിശ്വസിച്ച് വശാവുകയും ചെയ്യുന്നു. അപ്പോ നമുക്ക് വേണ്ടത്, നമുക്ക് അറിയാവുന്ന ഒരു കാര്യത്തെ പുതുതായിട്ട് നമ്മൾ വീണ്ടും പുനരറിയാൻ ശ്രമിക്കുന്ന സമയത്ത് അത് തന്നെയാണോ എന്ന് പരിശോധിക്കാനുള്ള അനുഭവ ശ്രമം ഉണ്ടാകണം. ആ അനുഭവ ശ്രമത്തിലൂടെ പോകുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ ധാരണ വ്യക്തമാവുക. അല്ലാത്തപ്പോഴെല്ലാം തന്നെ അതൊരു തരം ഇലാസ്തികമായിട്ടുള്ള ഇലാസ്തികമായിട്ടുള്ള അറിവായിട്ട് മാറും എന്നത് ബോധ്യപ്പെടുക. ഈ ശ്രദ്ധ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.